സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. കാരണം ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്തായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ നടത്തിയത് നന്നായി. കാരണം അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പുറത്ത് കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകും എന്ന് സന്ദീപ് വാര്യർ തിരിച്ചറിഞ്ഞു എന്ന് വേണം കരുതാൻ. അല്ലാത്ത പക്ഷം ഇത്രയും പെട്ടെന്ന്, കാരണം CPI-യുമായുള്ള ചർച്ചയെക്കുറിച്ച് ഈ ക്രിസ്റ്റൽ ക്ലിയർ സഖാവ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് എന്നൊക്കെ AK ബാലൻ പറഞ്ഞത് സ്മൃതി മാഡത്തിന്റെ ഇന്റർവ്യൂവിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് AK ബാലനൊക്കെ അത്രയും ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യരുമായിട്ടൊക്കെ ഒന്നും സംസാരിക്കാതെ AK ബാലൻ അത് പറയുകയില്ല എന്നുള്ളത് കേട്ടിരിക്കുന്ന ആർക്കും മനസ്സിലാകും. അപ്പോൾ എല്ലായിടത്തും സന്ദീപ് ശ്രമിച്ചിരുന്നു എന്ന് ഡോക്ടർ അരുൺ പറഞ്ഞതിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. ഡോക്ടർ അരുൺ അവിടുത്തെ ഒരു സാഹചര്യവും ഇപ്പോൾ പലതവണയായി പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു മുക്കും മൂലയും എല്ലാം തന്നെ ഉള്ളം കൈ പോലെ പരിചിതമായി കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ, ഒപ്പം ഇങ്ങനെയുള്ള ചർച്ചകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് വെച്ചായിരിക്കും പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ ചർച്ചകളും നടത്തി നോക്കിയിട്ടുണ്ട്, എല്ലാ വഴികളും നോക്കിയിട്ടുണ്ട്, CPIM ആയാലും CPI ആയാലും ഒക്കെ നോക്കിയിട്ടുണ്ട്. അതിനുശേഷം കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്നതാണ് സന്ദീപ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സന്ദീപ് വാര്യരുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ട് ഞാൻ കരുതുന്നില്ല. സന്ദീപിന് എവിടെയെങ്കിലും പോകണമല്ലോ, അതായത് ഈ പക്ഷികൾക്കൊക്കെ കൂടണയണമല്ലോ, പറന്നുകൊണ്ടേ ഇരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു കൂടില്ലാതാകും എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും ഒരു മരച്ചില്ലയിലേക്ക് കയറി ഇരിക്കുക എന്നുള്ളത് ഏത് പക്ഷിയും ചെയ്യുന്നതാണ്. അത് മാത്രമേ സന്ദീപ് ചെയ്തുള്ളൂ. മാത്രമല്ല സന്ദീപ് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സന്ദീപ് ഈ പറയുന്ന പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വേളയിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് സന്ദീപിനോട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ വിളിച്ച് ചോദിക്കുകയും ചെയ്തതാണ്. അപ്പോൾ സന്ദീപിനുണ്ടായിട്ടുള്ള അതൃപ്തി, അത് C കൃഷ്ണകുമാർ ക്ഷണിച്ചിട്ട് ഞാൻ പോയതാണ്, അവിടെ ചെന്നപ്പോൾ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി, അത് ഒരു നേതാവാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് C കൃഷ്ണകുമാറിന്റെ പേരല്ല പറയുന്നത്, മറ്റൊരു നേതാവാണ് തന്നോടിത് ചെയ്തത് എന്ന് കൃത്യമായി സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. അതിൽ ഞാൻ സന്ദീപിനെ അവിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം സന്ദീപ് വാര്യർക്ക് അവിടെ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി. കൊട്ടാരക്കരയ്ക്ക് പോകാൻ നിന്ന സന്ദീപ് വാര്യരെ അവിടെ ആ പരിപാടിക്ക് വിളിച്ചു വരുത്തിയിട്ട് സന്ദീപിന് സ്റ്റേജിൽ കസേര കിട്ടിയില്ല. അപ്പോൾ സ്റ്റേജിൽ കസേര കിട്ടാത്ത സന്ദീപ് ഇപ്പോൾ കൃത്യമായി VD സതീശന്റെയും K സുധാകരനെയും ഒക്കെ ഒപ്പം ഇരിക്കാവുന്ന ഒരു കസേര കിട്ടുമ്പോൾ കോൺഗ്രസിലേക്ക് പോയതിനെ ഞാനൊരു തെറ്റായി കാണുന്നുമില്ല. കാരണം അംബീഷ്യസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അങ്ങനെയുള്ള ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് സന്ദീപും ചെയ്തത്. പക്ഷേ സരിൻ ചെയ്തതും സന്ദീപ് ചെയ്തതും മാഡം ഇവിടെ തുലനം ചെയ്യുന്നത് കേട്ടു. ആ ഒരു തുലനം ചെയ്യലിനോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല. കാരണം രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് രണ്ട് മുന്നണികൾക്ക് വേണ്ടി, ഒരിക്കലും യോജിക്കാത്ത രണ്ട് മുന്നണികൾക്ക് വേണ്ടി, രണ്ട് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം നടത്താൻ ഭാഗ്യം സിദ്ധിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ്. അതും സംസ്ഥാന നേതാക്കളുടെ ഗണത്തിൽപ്പെടുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് അത് സന്ദീപ് വാര്യരായിരിക്കും. അതാണ് സന്ദീപിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ മാസ്റ്റർ സ്ട്രോക്കായി ഞാൻ കാണുന്നത്. ഒക്ടോബർ 26 മാട്ടുമന്തയിൽ പ്രചാരണത്തിന് C കൃഷ്ണകുമാറിന്റെ ഒപ്പം പോകുമ്പോൾ അവിടെ നിന്നുള്ള പ്രചാരണ ദൃശ്യങ്ങളടക്കം സ്വന്തം ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെയൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അപ്പോഴൊന്നും C കൃഷ്ണകുമാർ ഒരു തൊട്ടുകൂടായ്മയോ അല്ലെങ്കിൽ C കൃഷ്ണകുമാറിനോട് അതൃപ്തിയോ ഒന്നും സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നില്ല. ആ വേദിയിൽ C കൃഷ്ണകുമാറിന്റെ ഭാര്യ ഇരിക്കുകയും സന്ദീപ് വാര്യർക്ക് ഇരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു എന്നതാണ് സന്ദീപിനെ പ്രകോപിപ്പിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരു നേതാവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയാണ് ഇതിലേക്ക് കലാശിച്ചിട്ടുള്ളത്. അല്ലാതെ K സുരേന്ദ്രനുമായിട്ടൊന്നും സന്ദീപ് വാര്യർക്ക് അത്രയ്ക്ക് വലിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായെന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല. അതിൻ്റെ കാരണം വയനാട്ടിൽ ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായ വേളയിലൊക്കെ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളെ പോലെ ബെസ്റ്റീസ് പോകുന്നത് പോലെയാണ് നമ്മൾ കണ്ടതാണ്, അവിടെ കണ്ടതാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 6 മാസം മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് K സുരേന്ദ്രൻ പ്രചാരണത്തിനായി കൂടെ കൊണ്ടുപോയി വീണ്ടും സന്ദീപ് വാര്യരെ പാർട്ടിക്കുള്ളിലേക്ക്, നേരത്തെ ഇപ്പോൾ വക്താവല്ല, ഇപ്പോഴല്ല, നേരത്തെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലേക്കാണ്. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായി ഇരിക്കുന്ന സന്ദീപ് വാര്യർക്ക് തിരിച്ച് കുറച്ചുകൂടി ഉയർന്ന പദവികളിലേക്ക് കൊണ്ടുവരാനായി K സുരേന്ദ്രൻ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി സ്വന്തം മണ്ഡലത്തിൽ തന്നോട് മത്സരിക്കാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ട മണ്ഡലത്തിൽ തന്നെ സന്ദീപിനെ കൂടെ കൊണ്ടു നടക്കുകയായിരുന്നു K സുരേന്ദ്രൻ. അപ്പോൾ C കൃഷ്ണകുമാറിന് വേണ്ടി K സുരേന്ദ്രൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല C കൃഷ്ണകുമാറിനും അങ്ങനെ ഒരു രണ്ടുപേരും രണ്ട് ലെവലിൽ നിൽക്കുന്ന നേതാക്കളാണ്. C കൃഷ്ണകുമാർ വർഷങ്ങളായി പാലക്കാട് മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ്. അതേസമയം C കൃഷ്ണകുമാർ ഒരിക്കലും സന്ദീപിന് ചാനൽ ചർച്ചകളിൽ നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദീപിന്റെ കഴിവ് എവിടെയാണോ അവിടെയാണ് സന്ദീപിനെ ഉപയോഗിച്ചത്. അതേസമയം മുനിസിപ്പാലിറ്റി പിടിക്കാൻ, CPIM കാലാകാലങ്ങളായി ജയിക്കുന്ന വാർഡ് പിടിക്കാൻ, അങ്ങനെ അവിടെ പ്രാദേശികമായി C കൃഷ്ണകുമാറിന് സ്ട്രെങ്ത് ഉള്ള ഏരിയയിലാണ് C കൃഷ്ണകുമാറിനെ പാർട്ടി ഉപയോഗിച്ചത്. സന്ദീപിന് സ്ട്രെങ്ത് ഉള്ള, സന്ദീപിനെ നന്നായി സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ട് ചാനൽ ചർച്ചകളിലടക്കം സന്ദീപിനെ വിടുന്നു, പ്രസംഗങ്ങൾ സന്ദീപ് നടത്തുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ C കൃഷ്ണകുമാർ പറയട്ടെ, മാഡത്തിന്റെ എത്ര ചർച്ചയിൽ C കൃഷ്ണകുമാർ അതിഥിയായി വന്നിട്ടുണ്ട്? സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് ആവശ്യപ്പെടാമല്ലോ, ഞാൻ ചർച്ചയ്ക്ക് പോകാം, സന്ദീപ് പോകേണ്ട. ചാനൽ ചർച്ചകളാണല്ലോ
ഒരു നേതാവിൻ്റെ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി കൂട്ടുന്നത്. അങ്ങനെ സന്ദീപിനെ പോപ്പുലർ ആക്കിയത് ഈ പാർട്ടി തന്നെയാണ്. BJP എന്ന ഒരു പാർട്ടി കൊടുത്ത അവസരങ്ങളാണ് സന്ദീപ് വാര്യരെ പോപ്പുലർ ആക്കിയത്. അല്ലാതെ അതിനു മുൻപുള്ള ഒരു സന്ദീപ് വാര്യരെ അല്ലെങ്കിൽ -BJP ഒരു സന്ദീപ് വാര്യരെ എത്ര കണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം എന്നൊരു ചോദ്യം നിങ്ങളിലേക്ക് ഒരു കമന്റിനായി ഞാൻ വെക്കുകയാണ്. എനിക്ക് ഈ ചാനൽ ചർച്ചകളിലൂടെ തന്നെയാണ് സന്ദീപ് വാര്യരെ പരിചയം. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ഇപ്പോൾ തള്ളിപ്പറയുന്ന പ്രസ്ഥാനം, സംഘപരിവാർ പ്രസ്ഥാനങ്ങളായാലും BJP ആയാലും അതൊക്കെ സന്ദീപിൻ്റെ കൂടെ എക്കാലവും നിന്നതാണ് എന്നത് ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു കോയമ്പത്തൂർ യാത്ര കൊണ്ടൊക്കെ സന്ദീപ് മറന്നു. അതിനു മുന്നിൽ സന്ദീപിന് കിട്ടിയ ഓഫറുകൾ എന്തൊക്കെയായാലും അംബീഷ്യസ് ആയ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ സന്ദീപ് അതിനെ സ്വീകരിക്കുന്നതിനെ ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ ബലിദാനികളെ ഉപയോഗിച്ചു അങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങൾ നടത്തുമ്പോൾ വിശ്വസിച്ച പ്രസ്ഥാനം, കൂടെ കൊണ്ടു നടന്ന പ്രസ്ഥാനം, അതെങ്ങനെയാണ് അവർക്കുണ്ടാകുന്ന ഒരു മുറിവ് ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന അതിനിടയിൽ സന്ദീപ് നടത്തിയ ഒരു വളരെ ക്രൂരമായ ഒരു ഓപ്പറേഷൻ ആയി പോയി എന്നുള്ളതാണ് സത്യം. കാരണം വീണ് കിടന്ന ഇടത്ത് എന്തൊക്കെ പ്രശ്നങ്ങളിൽ പെട്ട് താഴേക്ക് വീണിട്ടുണ്ടോ അപ്പോഴൊക്കെ പുറത്തേക്ക് തള്ളിവിട്ടിട്ടൊന്നുമില്ല എന്നതുകൂടി സന്ദീപ് ഓർക്കേണ്ടതാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ ഈ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് സന്ദീപ് വാര്യർ പോകുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചോയ്സാണ്. എന്നാൽ ഈ അധികാരമോഹം, സ്വാർത്ഥ താല്പര്യങ്ങൾ അതൊക്കെ നമ്മളെ പിടികൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് പോകേണ്ടി വരിക. അല്ലാതെ ത്യാഗം സഹിച്ചും വിശ്വസിക്കുന്ന ആദർശത്തിനും പ്രസ്ഥാനത്തിനും ഒക്കെ ഒപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ അതിൻ്റെതായ ഒരു മാനസികമായുള്ള ഒരു പക്വതയും ഒരു പരുവപ്പെടലും ഒക്കെ വേണം. ആ മാനസിക പക്വതയിൽ നിന്ന് കുറച്ച് പിന്നോക്കം പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ അത്രമേൽ ആ പ്രസ്ഥാനത്തെ, ആശയത്തെ, ആദർശത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്കൊപ്പം ഉണ്ടായിരുന്നിട്ട് അതിനെയെല്ലാം ഒരു സുപ്രഭാതത്തിൽ തള്ളിപ്പറയാൻ ഒരു കോയമ്പത്തൂർ യാത്രയ്ക്കും ചില ഓഫറുകൾക്കുമൊക്കെ സന്ദീപിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അത്രയും സ്വയം സേവകരെയൊക്കെ വഞ്ചിച്ചുകൊണ്ടാണ് രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ത്രിവർണ്ണ ഷാളണിഞ്ഞ് സന്ദീപ് വാര്യർ നിൽക്കുന്നത്. അതിനു മുൻപ് പറഞ്ഞതൊക്കെ ഇന്ന് നമ്മുടെ പ്രതിനിധി അല്ലമീൻ ചോദിക്കുന്നുണ്ട്. ഇന്നലെ വരെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന്. ഇന്നലെ വരെ പറഞ്ഞത് ഇപ്പോൾ ഈ സ്നേഹക്കട, RSSന്റെ വിദ്വേഷ മാർക്കറ്റിൽ സ്നേഹത്തിൻ്റെ കട എന്നാണ് ജോഡോ യാത്രയെപ്പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനോ അല്ലെങ്കിൽ BJPയുടെ കേന്ദ്രമന്ത്രിമാരോ പറയുന്നതിനേക്കാൾ കടുപ്പം കൂട്ടിയൊരു ചായ എന്ന് നമ്മൾ വേണമെങ്കിൽ പറയും. അത്രയും കടുപ്പത്തിൽ ചാനൽ ചർച്ചകളിലുമൊക്കെ അതൊരിക്കലും പാർട്ടി ഇന്നത് പറയണം എന്നുള്ള വാചകം വായിൽ വെച്ച് കൊടുക്കുകയല്ല. സന്ദീപ് വാര്യർ സ്വന്തമായി പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ഞാൻ ആ പാർട്ടിയിലായിരുന്നപ്പോൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഒരു മനസാക്ഷിയോട് തന്നെ തിരിഞ്ഞു ചോദിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്തായാലും ഓർമ്മിപ്പിക്കാം. 2022 ഡിസംബർ 24 സന്ദീപ് വാര്യർ പറഞ്ഞത്, ഡൽഹിയിലെ മാർക്കറ്റുകളിൽ കട നടത്തിയിരുന്ന സർദാർമാരെ തെരഞ്ഞുപിടിച്ച് കൂട്ടക്കുരുതി നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞ് സിഖ് കൂട്ടക്കൊലയെ ന്യായീകരിച്ച അപ്പന്റെ മോനാണ് രാഹുൽ ഗാന്ധി. നാട്ടിലെ പെരുങ്കള്ളൻ സാന്റാക്ലോസിന്റെ മുഖം മൂടിയിട്ട് കരോൾ പാർട്ടി നടത്തുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. ഈ ഭാരത് ജോഡോ യാത്ര അത് രാജ്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 2 തവണ രാഹുൽ ഗാന്ധി നടത്തിയതിനെ നമ്മളൊക്കെ അംഗീകരിക്കുകയും രാഹുൽ ഗാന്ധി കൂടുതൽ ആളുകളിലേക്ക്, മനുഷ്യരിലേക്ക് പടരാൻ അതിനെ ഉപയോഗിച്ചു എന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ എതിരാളിയായി രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ട് പറയുന്നതിനും അപ്പുറം അദ്ദേഹത്തിൻ്റെ അച്ഛനെ അടക്കം പറഞ്ഞ ഒരു സന്ദീപ് വാര്യരാണ് ഇന്നിപ്പോൾ വന്ന് ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് കയറുന്നു എന്ന് പറയുന്നു. സ്നേഹത്തിൻ്റെ കടയിലേക്ക് കയറുന്നതിനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നടത്തുന്നത് സ്നേഹത്തിൻ്റെ കടയല്ല എന്ന ഒരു അഭിപ്രായമോ എനിക്കില്ല. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, താങ്കളെക്കുറിച്ച് ഏറ്റവും മോശമായി സംസാരിച്ച ഒരാളാണ് ആ കടയിൽ ഇപ്പോൾ താങ്കളുടെ കൗണ്ടറിൽ കടന്നിരിക്കുന്നത് എന്നുള്ളത് താങ്കൾ ഒരിക്കൽ തിരിച്ചറിയുന്ന സാഹചര്യം വരും. കാരണം എല്ലാം സ്വന്തമായി പറഞ്ഞതൊന്നും സ്വന്തമായി പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നയാൾ അന്ന് പറഞ്ഞ വാചകങ്ങളെല്ലാം അപ്പാടെ വിഴുങ്ങുമ്പോൾ അത് പൂർണ്ണമായും അങ്ങ് അംഗീകരിക്കാൻ കോൺഗ്രസിനെ പിന്തുടരുന്ന ആളുകൾക്കും കഴിയുമോ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം CAA കുറിച്ചാണ്. കേരളത്തിലും നടപ്പാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ അതിന് സന്ദീപ് വാര്യർ പറഞ്ഞത്, ആകാശത്തിന് കീഴിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. ന്യൂനപക്ഷങ്ങളുടെ അടക്കം വിശ്വാസം ആർജിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറി ചെല്ലുന്ന സന്ദീപ് വാര്യരുടെ യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. നമ്മൾ മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അല്പമെങ്കിലും നമ്മളതിനെ വാല്യൂ ചെയ്തുകൊണ്ട് വേണം പറയാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വാല്യൂ തനിക്കുണ്ട് എന്ന് ഇതുവരെ പ്രൂവ് ചെയ്യാത്ത ഒരു സന്ദീപ് വാര്യർ പൊടുന്നനെ പാലക്കാട്ടെ ന്യൂനപക്ഷങ്ങൾക്കടക്കം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായി മാറുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഗോഡ്സെ ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നടന്ന ഗാന്ധി വധത്തെ പോലും എങ്ങനെയാണ് സന്ദീപ് വാര്യർ അവതരിപ്പിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ഇതൊന്നും BJP സന്ദീപ് വാര്യരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല, സന്ദീപ് വാര്യർ തന്നെ അന്ന് പറഞ്ഞു പോയതാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ചർച്ചകളിലൊക്കെ വന്ന് നിങ്ങളൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അപ്പം ആരും ഫീഡ് ചെയ്ത് കൊടുക്കുന്നതല്ല. എന്താണോ മനസ്സിലുള്ളത് അതാണ് പുറത്തേക്ക് വരുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി പറയുന്ന കാര്യങ്ങൾ അത് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യമാകണം. എന്നാൽ മാത്രമേ നമ്മൾ ആത്മാർത്ഥമായി സംസാരിക്കുന്നുവെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ
ഡോക്ടർ സരിനോട് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്തത് എന്താണ്? സരിൻ എന്ന് പറയുന്നത് അവർക്കൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേള വരെ ഒന്നിച്ചുണ്ടായിരുന്നവരാണ്. അവിടെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് മുഖാമുഖം കണ്ടപ്പോൾ ഷാഫി, രാഹുൽ എന്നൊക്കെ വിളിക്കുന്ന സരിനോട് ഒന്ന് മുഖം കൊടുക്കാതെ, ഒന്ന് കൈ കൊടുക്കാതെ നിൽക്കുന്ന ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും ഇവിടെ RSSനെ ഇന്ന് വരെ എന്തായാലും സന്ദീപ് വാര്യർ തള്ളി പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നാളെ പറയുമായിരിക്കാം. കൂടുതൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് മാഡം പറഞ്ഞത് അതായിരിക്കാം. പ്രസ്ഥാനത്തെ, ആദർശത്തെയൊക്കെ തള്ളി പറഞ്ഞ് മുന്നോട്ട് വളരണമെങ്കിൽ ആയിക്കോളൂ, വളർന്നോളൂ. പക്ഷേ ഇവിടെ ഇതുവരെ RSSനെ തള്ളി പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന് RSSനോടുള്ള നിലപാട് എന്താണ്, രാഹുൽ ഗാന്ധിക്ക് RSSനോടുള്ള നിലപാട് എന്താണ് എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ തള്ളി പറയാത്ത RSSനെ തള്ളി പറയാത്ത, ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല, തള്ളി പറയാത്ത വരെ മുറിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. എന്താ ശങ്കർ സിംഗ് വഗേല വരെ മുറിച്ചു കളഞ്ഞല്ലോ RSS. സന്ദീപ് വാര്യർ മുറിച്ചു കളഞ്ഞോ പൂർണ്ണമായി? അങ്ങനെയാ പറഞ്ഞത് അല്ലേ? ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ലേ? അതെ, പറഞ്ഞു അങ്ങനെ ചോദിച്ചു. അതെ, എന്റെ ചോദ്യത്തിലാണ് അങ്ങനെ മറുപടി പറഞ്ഞത്. RSS ബന്ധം താങ്കൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണോ എന്ന ചോദ്യത്തിന് ശങ്കർ സിംഗ് വഹേലെ അടക്കം ആ ബന്ധം മുറിച്ചു കളഞ്ഞല്ലോ, പിന്നെ എനിക്കെന്താണ്, ഗോൾവാൾക്കറുമായുള്ള പ്രത്യയശാസ്ത്ര ബന്ധം മുറിച്ചു കളഞ്ഞു എന്ന ചോദ്യത്തിന് അത് മുറിച്ചു കളഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് സന്ദീപ് മറുപടി പറഞ്ഞത്. പക്ഷേ പറഞ്ഞത് ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ റിയാക്ഷൻ എത്രമാത്രം ആശയപരമായിട്ട് മുറിച്ചോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇവിടെ ഞാൻ പറയാൻ വന്നത് ഡോക്ടർ പി സരിനുമായി ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ആശയപരമായി ഇങ്ങനെയുള്ള ഭിന്നതകളോ ഒന്നും ഉണ്ടാകാതെ ഒരു സീറ്റിന്റെ പേരിലുള്ള തർക്കമാണ് മറുപാളയത്തിലേക്ക് സരിൻ പോയത്. പക്ഷേ സരിനെ കണ്ടാൽ ഒന്ന് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും കഴിയാത്ത ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അവർ ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ RSSനെ തള്ളിപ്പറയാത്ത ഈ സന്ദീപ് വാര്യരെ കെട്ടിപ്പുണരാൻ കാണിക്കുന്ന മനസ്സ് പാലക്കാട്ടെ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും അധികം CAA വിഷയത്തിൽ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ സന്ദീപ് വാര്യർ പറയുന്ന അച്ചടക്ക നടപടിയെക്കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിന്റെ പേരിലാണ് അച്ചടക്ക നടപടി നേരിട്ടതെന്നാണ് സന്ദീപ് വാര്യരുടെ അവകാശവാദം. പക്ഷേ സന്ദീപ് വാര്യർക്ക് പറയാം, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും വ്യക്തമായി തന്നെ അറിയാം. ഇന്ന് K സുരേന്ദ്രൻ മാഡവുമായുള്ള ഇന്റർവ്യൂവിൽ അത് പരസ്യമായി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പാർട്ടിക്കുള്ളിൽ പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഡൽഹിയിലേക്ക് അന്ന് അമിത്ഷാ K സുരേന്ദ്രനെ വിളിപ്പിച്ചത്? ഏത് വിഷയം നടക്കുമ്പോഴാണ് മൂകാംബികയ്ക്ക് പോയ K സുരേന്ദ്രൻ നേരെ ഡൽഹിക്ക് പോയി അവിടെ പ്രത്യേക യോഗത്തിൽ അറ്റൻഡ് ചെയ്യുകയും തിരിച്ചു വന്ന് അടിയന്തരമായി യോഗം ഇവിടെ വിളിച്ചു ചേർക്കുകയും സംസ്ഥാന ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്യേണ്ടി വന്നത്? അതിനുശേഷം നമ്മൾ കണ്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമാണ്. അപ്പോൾ ഏത് വിഷയത്തിന്റെ പേരിലാണ് ഇവിടെ സന്ദീപ് വാര്യർ നടപടി നേരിട്ടത്? ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യങ്ങൾ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊന്നും കൊണ്ട് ആളുകളെ പറ്റിക്കാൻ കഴിയില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഗോളാന്തര വാർത്തയിലെ ആ സീൻ ഇപ്പോൾ നല്ല പോപ്പുലറായി ഓടുന്നുണ്ട്. അതുകൂടി പറയാൻ ഞാൻ, ശങ്കരാടി പറയുന്ന ആ ഒരു ഡയലോഗ് അതിപ്പോൾ K സുധാകരനും VD സതീശനും ഷാഫി പറമ്പിലും നാളെ ഇപ്പോൾ KC വേണുഗോപാൽ വരുമ്പോൾ അദ്ദേഹവും പറയുമായിരിക്കാം. എല്ലാവർക്കും ഗോളാന്തര വാർത്തയിലെ ശങ്കരാടി പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെ ആയിരുന്നയാൾ ഇപ്പോൾ നല്ലവനാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ബദലുക്ക് ബദലാണ്. സരിൻ പോയതിന് പകരം സാ പോയി, മറ്റൊരു സാ വന്നു. സരിൻ പോയതിന് സന്ദീപിനെ എത്തിച്ചുകൊണ്ട് നേരത്തെ മാഡവും അരുൺ സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അരുൺ സാറാണ് പറഞ്ഞത്. ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഗ്യാപ്പ്, സരിൻ പോയ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനായി അവിടെ സന്ദീപിനെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ കഴിയുന്നു. സരിൻ പോയ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ സരിൻ മത്സരിച്ച ഒറ്റപ്പാലം സീറ്റടക്കം അവിടെ കിടപ്പുണ്ട്. ഒറ്റപ്പാലം അല്ലെങ്കിൽ തൃത്താല ഏത് വേണമെങ്കിലും കൊടുക്കാം, ഇതിൽ രണ്ടും എടുക്കാം എന്നുള്ള ഒരു ഓഫറാണോ ദീപാദാസ് മുൻഷി മുന്നോട്ട് വെച്ചത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു. അതോ മറ്റേതെങ്കിലും ഓഫറുകൾ കൂടി കോയമ്പത്തൂർ ചർച്ചയിൽ എന്തായാലും ഒറ്റപ്പാലമോ തൃത്താലയോ ഏത് വേണമെങ്കിലും കൊടുക്കാം. തൃത്താലയും ഇളകി നിൽക്കുകയാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും താലത്തിൽ വെച്ച് കൊടുക്കാം എന്നുള്ള ഒരു ഓഫറാണോ കോയമ്പത്തൂർ ചർച്ചയിൽ ഷാഫി പറമ്പിലും ദീപാദാസ് മുൻഷിയും ഒക്കെ നടത്തിയത് എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും താലത്തിൽ വെച്ച് കൊടുത്ത ഓഫറിന് വേണ്ടി ആദർശത്തെയും വിശ്വസിച്ച പ്രസ്ഥാനത്തെയും RSSനെയും ഒക്കെ മാതൃസംഘടനയെ വരെ തള്ളി പറയുന്നവർക്ക് കാലം കൊടുക്കുന്ന വില എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അത് സന്ദീപ് വാര്യരോടും എല്ലാവരോടുമായിട്ടാണ്. എന്തായാലും നേതാക്കളെ കണ്ടിട്ടൊന്നുമല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ BJPയോ വളർന്നിട്ടുള്ളത്. അത് നേതാക്കളെക്കാൾ ആദർശത്തിന് കരുത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അതില്ലാത്തവർ പോകും, ഉള്ളവർ നിൽക്കും. പിന്നെ ഇന്നലകളിൽ ആരുണ്ടായിരുന്നു എന്നുള്ളതല്ല, ഇന്ന് ആരുണ്ട്, നാളെ ആര് വരും, അതാണ് നേതാക്കളല്ല വലുതെന്ന് നേതാക്കളല്ല, ആദർശമാണ് ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. ആദർശമാണ് കരുത്ത്. അത് നരേന്ദ്രമോദിക്ക് മാത്രമല്ല, താഴേക്കുള്ള ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് പോലും ഒരേ രീതിയിലുള്ള പ്രാധാന്യമാണ്. എന്തായാലും ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന കോൺഗ്രസിന് അവരെ വേട്ടയാടിയ നാവിനെ ആദരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പാലക്കാട്ട് ചർച്ചയാകാൻ പോകുന്നത്. നാളെ പാണക്കാട്ടേക്ക് പോവുകയാണ് സന്ദീപ് വാര്യർ. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇക്കഴിഞ്ഞ ഒക്ടോബർ 26 കഴിഞ്ഞ വർഷം ഒക്ടോബർ 26 ലീഗിനെ കുറിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞത് ഇസ്രായേൽ വിരോധമൊക്കെ വെറും നാട്യം മാത്രമാണ്, ഒരു കൈ കൊണ്ട് പലസ്തീൻ
പലസ്തീനും മറുകൈകൊണ്ട് ഇസ്രയേലിനെയും താങ്ങുന്നതാണ് ലീഗിന്റെ. അപ്പോൾ ലീഗിനെ കുറിച്ചൊക്കെ അങ്ങനെയാണ് സന്ദീപ് വാര്യരുടെ വിലയിരുത്തൽ എന്നുള്ളത് പാണക്കാട് തങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കട്ടെ എന്ന് വെച്ച് ഞാൻ അതവിടെ കൂട്ടിച്ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ BJP അറിഞ്ഞില്ല സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന് പറഞ്ഞെങ്കിൽ അത് ഇന്നലെ അറിഞ്ഞു എന്നുള്ളതാണ് അവിടെ നിന്ന് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. എന്തായാലും കോട്ടയ്ക്കലിലല്ല കുതിരവട്ടത്താണ് ചികിത്സ നൽകേണ്ടത് എന്ന് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതൊക്കെ സന്ദീപ് വാര്യർ ഇനി തിരുത്തുമോ അതോ ഇനി BJP ആയതുകൊണ്ട് പറഞ്ഞതാണ്, കോൺഗ്രസ് ആകുമ്പോഴേക്കും ആ ചികിത്സയെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല എന്നതാണോ എന്നതും കൂടി അറിയേണ്ടിയിരിക്കുന്നു. കെ മുരളീധരന്റെ പാട്ട് എല്ലാവരും ആസ്വദിച്ച് കാണും എന്നാണ് ഞാൻ കരുതുന്നത്. കെ മുരളീധരന്റെ ആ പാട്ടും ഇന്നിപ്പോൾ ട്രെൻഡിംഗ് ആണ്. പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. അതെ, അപ്പോൾ എന്തായാലും അത് പിണറായി വിജയനുള്ളതല്ല, അത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഈ ഞാൻ എന്ന ഭാവത്തെക്കുറിച്ച് ഷാനിബൊക്കെ വളരെ വൃത്തിയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുരളിയേട്ടൻ ഇന്ന് പൊളിച്ചു. Meet the editors.